ഹായ് ഒരുവൺ ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തായിട്ടുണ്ട്. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂളത്തിനെ എങ്ങനെയെങ്കിലും BJP-യിലേക്ക് എത്തിക്കാൻ വലിയൊരു ചർച്ച നടന്നു. എന്താണ് രാഹുൽ പറഞ്ഞത്? എന്താണ് BJP രാഹുൽ മാങ്കൂളത്തിനോട് പറഞ്ഞത്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയനും സഖാക്കളും ചേർന്ന് വലിയൊരു വൃത്തികെട്ട കളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 80% വരുന്ന മുസ്ലിം വോട്ടുകൾ ഈ പറയുന്ന UDF-ന് പോയത് കൊണ്ട് പിണറായി വിജയനും സഖാക്കളും ചില മുസ്ലിം പെൺകുട്ടികളോട് പറയുകയാണ്, ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം വൈറലായ മുസ്ലിം പെൺകുട്ടികളോട് പറയുകയാണ്, പിണറായി വിജയനെ പൊക്കി പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ. അതായത് പിണറായി വിജയൻ നല്ലവനാണ്, നല്ല ഭരണമാണ്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുക്കാതെ ആരും പണിയെടുക്കില്ല. അങ്ങനെ കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ പിണറായി വിജയനെ പൊക്കി രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ സൈഡിൽ വെച്ച് അവർക്കുള്ള മറുപടി കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. അതിനുശേഷം ഒരു യുവാവ് പിണറായി വിജയനെതിരെ പിണറായി വിജയൻ നടത്തുന്ന വൃത്തികേടിനെ കുറിച്ച് ശക്തമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വലിയ വിവാദമാണ്. ആ യുവാവിൻ്റെ സോഷ്യൽ മീഡിയ പേജ് എന്നേക്കുമായി ഇല്ലാതാക്കാൻ സഖാക്കൾ പദ്ധതിയിടുന്നു. എന്താണ് ആ യുവാവ് പറഞ്ഞത്? ആ കാര്യം കൂടി ഞാനിന്ന് സൈഡിൽ വെച്ച് തരാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. അതിനു മുമ്പ് പിന്നെയും കൂടി ഒരു കാര്യം പറയുകയാണ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിണറായി വിജയനും BJP-യും കാണിക്കുന്ന നിറുകേട്, വൃത്തികേട് ഞാൻ പേടിക്കാതെ വിളിച്ചു പറയും. ആരും വിളിച്ചു പറയുന്നില്ല. യുവന്മാരുടെ വൃത്തികേട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കൊലപ്പെടുത്തുന്നു എന്ന് പേടിച്ചിട്ടാണ് ആരും വിളിച്ചു പറയാതെ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മരിക്കണം, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം. ആദ്യം പാലക്കാട് നിന്ന് കിട്ടുന്ന വാർത്ത, ഈ പറയുന്ന രാഹുൽ മാങ്കൂളത്തിനെ എങ്ങനെയെങ്കിലും പാർട്ടിയിലെത്തിക്കാൻ BJP വലിയൊരു പദ്ധതി ഇടുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടുകൂടി BJP-ക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് വന്നത്. എന്തിനു വേണം, നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിന്റെ FB പേജിൽ വലിയൊരു പോസ്റ്റ് ഇട്ടു, താങ്ക് യു തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ BJP ഇപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും കുറഞ്ഞതൊരു 30-35 സീറ്റ് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. അതിനുശേഷം CPM-ഉമായിട്ട്, അതായത് ഒരു 35 സീറ്റ് BJP-ക്ക് കിട്ടിയാൽ, കിട്ടുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണ്, 35 സീറ്റ് BJP-ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 10-25 സീറ്റ് CPM-ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഭരണം പിടിക്കാം. ഇപ്പൊ കർണാടകയിൽ നടക്കുന്ന പോലെ JDS തമ്മിലുള്ള അങ്ങനത്തെ ഒരു കളി കളിക്കാനാണ് ഇവരുടെ പ്ലാന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂളത്തിനെ പാർട്ടിയിലെത്തിക്കണമെന്ന് K. സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഉണ്ട്. അതായത് അവർ രാഹുൽ മാങ്കൂളത്തിനോട് പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്ന്, നിങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ, അതായത് കേസിന് ഇപ്പോൾ കുറേ പൈസ കാര്യങ്ങളൊക്കെ വേണം, വലിയ ആൾക്കാരായിട്ട് ടച്ചപ്പ് വേണം. ഈ കേസ് നടത്താൻ ഞങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരണം. അതിനുശേഷം പറഞ്ഞത്, പാലക്കാട് നിങ്ങൾക്ക് ഞങ്ങൾ സീറ്റ് തരും, BJP ടിക്കറ്റിൽ ഞങ്ങൾ നിങ്ങളെ മത്സരിക്കും, ഞങ്ങൾ പറയും. അതായത് പീഡന, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂളത്തിൻ്റെ കള്ളക്കേസാണ്. അതായത് ആ പെൺകുട്ടി ചതിച്ചതാണ്. വീട്ടിലൊരു ഭർത്താവ് ഉള്ള കാര്യം മറച്ചു വെച്ച് രാഹുൽ മാങ്കൂളത്തിനോട് പ്രണയം സ്ഥാപിക്കുകയും രാഹുൽ മാങ്കൂളത്തിൽ ജീവിതകാലം മുഴുവനും അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് കരുതിയിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഏകദേശം എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. അപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ പറയും, ഒരു പെൺകുട്ടി വന്ന് ഇല്ലാത്ത കാര്യം പറഞ്ഞതുകൊണ്ട് UDF പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാമെന്നാണ് ഈ പറയുന്ന BJP പറഞ്ഞത്. രാഹുൽ മാങ്കൂളത്തിൽ അതിന് കൊടുത്ത റിപ്ലൈ, ചത്താലും BJP-ക്ക് ഞാൻ വരൂല, എനിക്ക് പാലക്കാടിൽ സീറ്റ് പോയിട്ട് ഒരു മണ്ണാങ്കട്ട വേണ്ട, ഞാൻ ഇനി മരിക്കുന്നെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ടാണ് അവർ തന്നെ. അതായത് ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ പിന്നിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂളത്തിനെ എത്രയും പെട്ടെന്ന് പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ സംഗതിയാണ്. അതിനെ ഇപ്പോൾ കാക്കുന്നത്, വെയിറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും 2026 ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂളത്തിനെ പാർട്ടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും. പ്രശ്നം എന്ന് പറഞ്ഞത്, ഈ റിപ്പോർട്ടർ അടങ്ങുന്ന ചാനലുകൾ എന്ത് വിചാരിക്കും? റിപ്പോർട്ടർ വാർത്ത കൊടുക്കും, പീഡനവീരാണ്, UDF സപ്പോർട്ട് കൊടുത്തു, നോക്കൂ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീ വോട്ടുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിലീപിൻ്റെ വിധി വന്നപ്പോൾ അണിയം വർഗീസിന് എത്ര സ്ത്രീകളാണ് പ്രതിഷേധം അറിയിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു സ്ത്രീപക്ഷ വോട്ടുകൾ LDF-ലേക്കും BJP-ക്കും പോകാൻ സാധ്യതയുണ്ട് നിലവിൽ രാഹുൽ മാങ്കൂളത്തിനെ പാർട്ടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, BJP രാഹുൽ മാങ്കൂളത്തിനെ പാർട്ടി എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നം ബാധിക്കൂലേ എന്ന്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം.
മക്കളെ BJP തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അതായത് അവർക്ക് ഇനി തോക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്കത് ഉയർച്ച. കാരണം ഇപ്പോൾ നിലവിൽ എല്ലാ സർവേയും പറയുന്നത് ഒരു സീറ്റ് പോലും BJP എടുക്കൂല എന്നാണ്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെടാൻ എന്തുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഭീമമായ മിനിമം കേരളത്തിലുള്ള ഒരു 30% ആൾക്കാർ BJPക്ക് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര ജനപിന്തുണയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ പറയുന്ന BJPക്ക് ഒന്നും ഒരു കാലത്തും BJP സ്വപ്നം കൊടുക്കണ്ട. ഒരു 10 കോടിയല്ല 100 കോടി രാഹുലിന് കൊടുക്കാന്ന് പറഞ്ഞാലൊന്നും രാഹുൽ പോകുവാൻ തോന്നില്ല. അപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം, രാഹുൽ മാങ്കൂട്ടത്തിൽ ചത്താലും BJPക്ക് പോകില്ല. ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഈ കേസ്, അതായത് വന്ന കേസ്, ഇപ്പോൾ രണ്ടാമത്തെ കേസ് അട്ടറിൽ പൊളിഞ്ഞു, അത് പരാജയം, അത് ആ കേസ് ഇല്ലാത്തതെന്ന് എല്ലാവർക്കും പറഞ്ഞു. അപ്പോൾ ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ തന്നെ ഷാഫി പറമ്പിലും VD സതീശനും പ്രഖ്യാപിക്കും കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തു എന്നൊരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ചത്താലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ BJPക്ക് പോകില്ല എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ പറയുന്ന CPM കുറച്ച് സ്ത്രീകളെ ഇറക്കിയിട്ട് കളിക്കുന്നുണ്ട്. അത് ആ ഒരു വാർത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. അറ്റ് ദി സെയിം ടൈം കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത ഒരു കേരളം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓ ആണോ? എന്തിനാണ് മോളെ, എന്തിനാണ്? ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇവളോട് ഞാൻ ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഒരു സമയത്ത് ആഹാരം കഴിക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് പിണറായി കാരണം? ഇതൊക്കെ ഈ മോള് കാണുന്നില്ലേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ആളുകള്, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകുന്നുള്ള കാര്യത്തില് എന്തായാലും ഉറപ്പാണ്. അതിന് പ്രധാന കാരണമെന്ന് ഞാൻ കരുതുന്നത്, ഒരു പാർട്ടി എന്ന നിലയിൽ CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നേരെ നമുക്ക് വിരൽ ചൂണ്ടാൻ ഒരുപാട് ന്യൂനതകൾ ഉണ്ടെങ്കിലും ആ പാർട്ടിയുടെ പ്രസൻസ് അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. എന്ത് സുരക്ഷിതമാണ് ഈ പറയുന്ന CPM തരുന്നത്? അറിയാൻ പാടില്ലാത്തവർ ഞാൻ ചോദിക്കുകയാണ്, എന്ത് സുരക്ഷിതയാണ്? സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനെ കൊള്ളയടിക്കുന്നില്ലേ? അയ്യപ്പന്റെ സ്വർണം കെട്ടവരല്ലേ? അതൊക്കെ ഈ മോള് കാണുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ സംരക്ഷിക്കുകയാണ്, ഇനിയും കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ അറിയാം ഇതൊക്കെ, ഈ കക്കുന്നതൊക്കെ പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതെന്തായാലും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ കേരളത്തിലെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കരുതുന്നത് കേരളത്തിലുള്ള ശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. എന്താണ് നീ പറഞ്ഞത്? ഇവിടെ ഏറ്റവും BJPയെക്കാളും കൂടുതൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നത് CPM ആണ്. അത് പിന്നിൽ കളിക്കുകയാണ്, ആർക്കും അറിയുന്നില്ല CPM കളിക്കുന്ന നാടകം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. കാരണം അവരില് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യത്തിനെയും അവർ മതവുമായി കൂട്ടിക്കുഴക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ സമീപിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്റെ പൊന്നു സഹോദരന്മാരെ, ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ നമ്മളുള്ളത് ഇവിടെ കൃഷ്ണൻ ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്. ഈ നാട്ടിൽ ഒരൊറ്റ മതമുള്ളോ, ആ മതം മനുഷ്യമതം. അങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ പിണറായി സത്തിനെ എതിർത്തുകൊണ്ട് വോട്ടിടാതിരിക്കുക എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു പയ്യൻ പിണറായി വിജയന്റെ വൃത്തികെട്ട ഭരണം കറക്റ്റായി ക്ലിയറായി കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, CPM തോൽപ്പിക്കുന്നതിനെക്കാട്ടിലും ഇടങ്ങറ് പിടിച്ച പരിപാടിയാണ് തോൽവി എന്ന യാഥാർത്ഥ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. കാര്യം ചില ആൾക്കാർ തോൽവി അംഗീകരിക്കാതെ ജനങ്ങളുടെ മെക്കെട്ട് കയറാൻ വരും. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്ക് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തനിക്ക് കിറ്റ് കിട്ടണ്ട മേടിക്കുന്നാക്കിയാ തനിക്ക് പെൻഷൻ തന്നെ ഉണ്ടാ. വേറെ കുറച്ച് ആൾക്കാർ ഈ വടിവാള്, കത്തി, ബോംബ് അങ്ങനത്തെ കുറച്ച് മാരകായുധങ്ങളുമായിട്ട് റോട്ടിലിറക്കി ഗുണ്ടായുസം കാണിക്കും. തോറ്റത് ഞങ്ങളല്ല, ജനങ്ങളാണ് എന്ന് വരെ പറയാൻ ചില ആൾക്കാർ മടി കാണിക്കില്ല. 2010 UDF കിട്ടിയ ഒരു വലിയ തരംഗം 2010 ജയിച്ചത് UDF ആണെങ്കിലും 2025 തോറ്റത് LDF ആണ്. അപ്പൊ ഒരു വ്യത്യാസമായില്ലേ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം തകർന്നുപോയി എന്ന് പറഞ്ഞാൽ കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അതെ, കണക്കുകൾ പ്രകാരം നമുക്ക് LDFന് തിരിച്ചറിയാമെന്ന് പറയാൻ കഴിയില്ല. കണക്കുകൾ പ്രകാരം കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. 6-ൽ 5 കോർപ്പറേഷൻ തോറ്റു, പക്ഷേ കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. 86-ൽ 71 മുനിസിപ്പാലിറ്റി തോറ്റു, പക്ഷേ കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. 14-ൽ 7 ജില്ലാ പഞ്ചായത്ത് തോറ്റു, കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. 154 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 107 തോറ്റു. കണക്കുകൾ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും LDF തോറ്റു. അങ്ങനെയാണെങ്കിൽ പിന്നെ LDFന് പരാജയം സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്, തന്ത്രത്തിൽ പിഴച്ചുപോയി എന്ന് തന്നെയാണ് എന്റെ പക്ഷം.
തുടർച്ചയായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ തുടർച്ചയായി നവോത്ഥാന നായകൻ എന്ന മട്ടിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഇത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ടോ ഈ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വെച്ചാൽ വലിയ തകർച്ച സംഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഉദാഹരണം നാളെ രാവിലെ വേണമെങ്കിൽ പറയാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. എന്നാ പിന്നെ ഇയാൾക്ക് നാളെ ഒന്ന് കൊണച്ചാ പോരെ. അതിന് ഉദാഹരണം നാളെ രാവിലെ വേണമെങ്കിൽ പറയാം. എന്താ അല്ലേ ഇവിടെ സത്യം പറഞ്ഞാൽ PR ആണ് മക്കളെ. എന്ത് PR അല്ലേ? പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വൃത്തികേട് ചെയ്താലും ഇവിടെ വെളുപ്പിക്കാൻ ആളുണ്ട് എന്നാണ് അരുൺകുമാർ. നോക്കൂ നിങ്ങൾ, അതായത് CPM കാണിക്കുന്ന ഇത്രയധികം വൃത്തികേട് കാണിച്ചിട്ടും ജനങ്ങൾ അവരെ തോൽപ്പിച്ചിട്ടും അരുൺകുമാർ പറയുകയാണ് ഞങ്ങളാണ് ജയിച്ചത്. അരുൺകുമാർ പറയുകയാണ് CPM ആണ് നല്ലത്. ചോറ് കയക്കുന്ന ഇത്തിരി ബോധമുള്ള ആരെങ്കിലും പറയോ പിണറായി വിജയൻ്റെ ഭരണം നല്ലതെന്ന്? സത്യസന്ധമായി ജീവിക്കുന്ന, സത്യസന്ധമായി ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ രണ്ട് കണ്ണോട് കാണുന്ന ഏതെങ്കിലും ഒരു പൗരൻ പറയോ പിണറായിയുടെ ഭരണം നല്ലതെന്ന്? എല്ലാവരും വീട്ടമ്മമാർ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയി വരുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം ഞാൻ ഇടാം. അതായത് കുറേ വീട്ടമ്മമാർ കരയുകയാണ്, എങ്ങനെയെങ്കിലും പിണറായി വിജയൻ ഒന്ന് ഇല്ലാതായാൽ മതി, എങ്ങനെയെങ്കിലും പിണറായി വിജയൻ ഈ നാട്ടിൽ നിന്ന് അതായത് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം എത്രയും പെട്ടെന്ന് പിണറായി വിജയൻ ഒന്ന് തെറിച്ചാൽ മതി എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം വീട്ടമ്മമാർക്ക് പറ്റുന്നില്ല. 500 രൂപ കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയാൽ 1 കിലോ പഞ്ചസാര പോലും കിട്ടുന്നില്ല എന്താണ് സത്യം. എങ്ങനെ ജീവിച്ചു പോകും? യുവന്മാർക്ക് അറിയില്ല പിണറായി വിജയൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പൈസ ഉണ്ട്, യുവന്മാരുടെ ഫാമിലിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതായത് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അവരുടെ എത്ര ഫാമിലി ഉണ്ട്, അനിയൻ്റെ മക്കൾ എല്ലാവർക്കും മന്ത്രി സ്ഥാനം, മറ്റേ സ്ഥാനം, മറിച്ച സ്ഥാനം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഒരു മണ്ണാങ്കട്ടി ഇല്ലാതെ ആവുന്നത്. സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളെപ്പോലുള്ളവരാണ് അനുഭവിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല നമ്മളെപ്പോലുള്ളവരാണ് ഇവിടെ അനുഭവിക്കുന്നത്. യുവറ്റകൾക്ക് എന്താണ്? എന്ത് വൃത്തികെട്ട ഭരണം നടത്തിയിട്ട് ഇപ്പോൾ ഇതേ പിണറായി വിജയൻ വയനാട്ടിൽ എത്ര പൈസ മുക്കി, അതിനുശേഷം അയ്യപ്പൻ്റെ സ്വർണം മുക്കി. ഈ പൈസ ഒക്കെ എവിടെ പോകും? വയനാടിലെ ഞാനും നിങ്ങളും പാവപ്പെട്ട ജനങ്ങൾ, മണ്ണിൻ്റെ അടിയിലായ ജനങ്ങളുടെ ആരെങ്കിലും ബാക്കിയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കും സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും അയച്ചു കൊടുത്ത പൈസ പിണറായി വിജയൻ മുക്കിയില്ലേ? ഇതൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് പോകുന്നു, ഞങ്ങളുടെ ചാനൽ ഇല്ലാതാകുന്നു. എന്താ അല്ലേ? ഞാനൊരു കാര്യം പറയുകയാണ്, ഇതിനൊക്കെ നമ്മൾ ശബ്ദിക്കണം. പിണറായി വിജയൻ്റെ ഈ നെറികെട്ട ഭരണത്തെ നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിക്കണം. അതിനുശേഷം ഞാൻ പറയുകയാണ്, എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും പെട്ടെന്ന് കോൺഗ്രസിലേക്ക് എടുക്കണം. ഇത് വലിയ നീക്കം നടക്കുന്നു. BJP പഠിച്ച 18ൻ്റെ പണിയും നോക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എങ്ങനെയെങ്കിലും അവരുടെ പാർട്ടിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അവർക്കറിഞ്ഞ നേതാവാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ, അതായത് പാർട്ടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ചാനൽ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തീയാവും, തീപ്പൊരി പ്രസംഗം നടത്തും. അത് BJPക്ക് വലിയ ഗുണമുണ്ടാകുമെന്ന് BJPക്ക് അറിയും. അതുകൊണ്ടാണ് അവർ അങ്ങനെയുടെ നീക്കം തുടങ്ങിയത്. CPM നീക്കം തുടങ്ങുന്നുണ്ട്. UDFൻ്റെ VD സതീശൻ എന്താണ് ചെയ്തത്? എന്തിനാണ് പുറത്താക്കിയത്? എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കുമെന്നാണ് വാർത്ത കേൾക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ ബൈ.